ഇന്നത്തെ വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട് കേട്ടോ. കുറേ പേരായി എൻ്റെ അടുത്ത് ചോദിക്കണു ബീങ് ഭീമ ചാനലിൽ പറഞ്ഞ ആ ഫ്രണ്ട് നിങ്ങളാണോ എന്നുള്ളത്. അപ്പം അതിനുള്ളൊരു വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ആ ഫ്രണ്ട് ആരാണ്, ഞാനാണോ അല്ലയോ എന്നുള്ള മറുപടിയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇതൊരിക്കലും ഭീമക്കെതിരെയുള്ളൊരു വീഡിയോ അല്ല, ഞാൻ എൻ്റെ ഭാഗം വ്യക്തമാക്കുകയുണ്ടോ. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഒരുപാട് ദിവസം ഞാൻ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ ചെയ്യണത്. ചെയ്യാമെന്നുള്ളത് തോന്നാനും ഒരു കാരണമുണ്ട്, ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾ രണ്ടാളും തമ്മിലിപ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾ തമ്മിലിപ്പോൾ മിണ്ടാറില്ലേ? നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമാണോ, തെറ്റിക്കാണോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ താത്ത? എന്താണ് അവരോട് ഇങ്ങനെ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണത്? അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു അത് വീഡിയോ ഒന്നും ചെയ്യണില്ല, അങ്ങനെ പോട്ടെ, കമൻറ്റിന് റിപ്ലൈയും കൊടുക്കണില്ല എന്നുള്ളത്. പക്ഷേ ആ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിലും ആ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഓരോരുത്തരോടും ഈ ഒരു കമൻറ്റിനുള്ള റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റൂല. പൊതുവേ എനിക്ക് ആ ഒരു കമൻറ്റിന് എന്ത് റിപ്ലൈ കൊടുക്കണം എന്ന് പോലും അറിയില്ല. അപ്പോൾ ഞാൻ ആ ടൈമിലൊന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്, എന്ത് ഞാൻ പറയും, എന്ത് കൊടുക്കും റിപ്ലൈ എന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് കുറേ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. കാരണം എനിക്ക് എൻ്റെ ഭാഗം എന്താണെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി തരണമല്ലോ. കുറേ ആൾക്കാർ കാര്യം അറിയാതെ ഓരോ കാര്യങ്ങൾ പറയണം, കുറേ ആൾക്കാർ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ എങ്ങനെയെന്നുള്ളത് പറയണം. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തരണമല്ലോ. ആദ്യം തന്നെ ഞാൻ കാര്യം എന്താണെന്നുള്ളത് പറയട്ടെ. എൻ്റെ ഒരു കസിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓളെ ചാനലിൽ. അതായത് ഒരുപാട് കൊണ്ട് നടന്ന് തലയിൽ കയറ്റി വെച്ച ഒരു ഫ്രണ്ട് ഓളെ ചതിച്ചു എന്നുള്ളത്. എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്, ചതിച്ചു എന്നുള്ളത് അങ്ങനെ. അപ്പോൾ ആളാരാണെന്നോ എന്താണെന്നോ എങ്ങനെ ചതിച്ചു എന്നോ എന്താണെന്നോ ഒരു കാരണവും പറയാതെ ജസ്റ്റ് അത് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയിൽ. ഏകദേശം ഒരു 3 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിലാണ് ഇത് ചെറുതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു 129-30 കമൻറ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയ ടൈമിൽ കേട്ടോ. ആ ടൈമിൽ അതിൽ പകുതിയിലധികം കമൻറ്റ് അമ്മു 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 എന്താ ഇങ്ങനെ, അമ്മുവിന് അവളോട് എന്തോ ദേഷ്യമുണ്ട്, അമ്മുവിന് എന്തോ പ്രശ്നമുണ്ട്, അമ്മു തന്നെയാണ് അമ്മു 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 അമ്മു, ഈ ഒരു വാക്ക് മാത്രമാണ് അതിലുണ്ടായിരുന്നത്. പിന്നെ അപ്പം ഞാനതങ്ങനെ വിട്ടുട്ടോ. ഞാൻ അതിൽ തന്നെ കുറേ റിപ്ലൈ കൊടുത്തു. പാത്തുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കും, ഓള് പറയും, അല്ലാതെ ഞാനെന്ത് പറയാനാണ് എന്നുള്ളത് ഞാൻ അതിൽ തന്നെ ഇങ്ങനെ റിപ്ലൈ കൊടുത്തു. പിന്നെ എനിക്ക് വീഡിയോ ഇടുമ്പോൾ ഇപ്പോഴും ഇന്നലെ മിനിഞ്ഞാന്നിട്ട വീഡിയോസിൽ പോലും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് മനസ്സിലായി. ഞാനിത് വീഡിയോ ഇടാതെ ഞാൻ ഒരുപാട് ആലോചിച്ചു ആ വീഡിയോ ഇടണോ എന്നുള്ളത്, ഈ വീഡിയോ ഇടണോ എന്നുള്ളത്. അപ്പം ഞാൻ ഇടാതെ ഇരിക്കണ അത്രയും ദിവസങ്ങൾ വീണ്ടും വീണ്ടും എനിക്ക് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നം ഓരോരുത്തർക്കായിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം എന്ന് പോലും എനിക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റിപ്ലൈ ശരിക്കും തരാത്തത്. അപ്പം ഞാൻ ഓളെന്ത് റിപ്ലൈ കൊടുത്തു എന്നുള്ളത് ഞാൻ പോയി നോക്കും. നമുക്കതിനനുസരിച്ച് എന്തെങ്കിലും റിപ്ലൈ തന്നാൽ മതി. അപ്പോൾ ഒന്നിനും റിപ്ലൈ ഓളും കൊടുക്കണ കാണുന്നില്ല. പിന്നെ ഓളടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ അത് അമ്മു ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ആ ചോദ്യത്തിൽ എവിടെയെങ്കിലും അമ്മുമായിട്ട് ഒരു പ്രശ്നമോ ഇല്ല എന്നുള്ളത് ഓള് റിപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യൂല എന്ന് വിചാരിച്ചു. പക്ഷെ അതും നടക്കണില്ല. ഓള് റിപ്ലൈ കൊടുക്കണില്ല. എന്നോട് ചോദിക്കണമെങ്കിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റണമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണോ, ഞാൻ എന്താണോ എന്നുള്ളത് എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ കേട്ടോ. പിന്നെ വീഡിയോ കേൾക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് അവിടെ ഇവിടെയും കാണാനോ കേൾക്കാനോ നിൽക്കരുത് കേട്ടോ. ഫുള്ളായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഞങ്ങൾ തമ്മിൽ ഞാൻ പറയുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ സൗന്ദര്യപ്പിണക്കം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ ടച്ച് ഉണ്ടായിരുന്ന പോലെ ജസ്റ്റ് ഒന്ന് അകന്ന് നിൽക്കും, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ അവിടെ പോകുമ്പോൾ ഓളടുത്ത് പോകും, ഓൾ എൻ്റെ അടുത്ത് വരും. മാളിക്കുന്ന് ഞങ്ങൾ ഒരുമിച്ച് കാണലുണ്ട്, മിണ്ടലുണ്ട്, സംസാരിക്കലുണ്ട്, ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കലുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയലുണ്ട്, എല്ലാം ഞങ്ങൾ ഓക്കെയാണ്. പക്ഷേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ജസ്റ്റ് ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആവൂലേ, അതാണ് ഇവിടെ സംഭവിച്ചത്, വേറെ ഒന്നുമല്ല. അപ്പം എനിക്കത് പറയണം തോന്നി. കാരണം വലിയൊരു കണ്ടന്റ് ആക്കി വീണ്ടും അടുത്ത പാർട്ടിട്ട് അല്ലെങ്കിൽ ഓളൊരു പാർട്ടിട്ട് അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമല്ല. ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു എന്ന് മാത്രം. ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമല്ല, മനസ്സിലായോ? ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമല്ല. പിന്നെ ഓൾ ഉദ്ദേശിച്ച ആള് ഞാനാണോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഇത് നിങ്ങളാണ് തീരുമാനിച്ചത് ഞാനാണെന്നുള്ളത്. ഓളെ വ്യൂസും എൻ്റെ വ്യൂസും കൂടി കൂടിയിട്ടാണ് തീരുമാനിച്ചത് അത് ഞാനാണ് അമ്മുവാണ് എന്നുള്ളത്. നിങ്ങൾ പറയണതിൽ കുറ്റം പറയാൻ പറ്റൂല. കാരണം അത് ഞാനായാലും മറ്റ് വേറെ ആരാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ആരായാലും അങ്ങനെ തന്നെ വിചാരിക്കുക. ഇനിയിപ്പോൾ യൂട്യൂബിലല്ലാതെ എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടോ, വാട്സപ്പിലും
പിന്നെ പേഴ്സണലായിട്ട് കുറേ ആൾക്കാർ വിളിച്ചു എന്താ സംഭവം ചോദിച്ചിട്ട് ഞാനപ്പോഴാണ് ഈ വീഡിയോ പോയി നോക്കുന്നത്. എന്താണ് ഇപ്പോൾ വീഡിയോ, എന്താ പ്രശ്നം എന്നുള്ളത് ഞാൻ പോയി നോക്കുന്നത്. പോയി നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും എന്താ പറയുക, കാരണം വിഷയം എന്ന് പറയുന്നത് കേക്ക് അങ്ങനത്തെ ഐറ്റംസുകളാണ് വിഷയം. അത് കുറേ ആഗ്രഹിച്ചു, കിട്ടിയില്ല കാര്യങ്ങൾ. അപ്പം ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്ന ആളാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ആരും തിരിഞ്ഞു നോക്കണില്ല. ഞാൻ അത്രയും തലയിൽ കയറ്റി വെച്ച ഒരാളാണ്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് കൂട്ടി വായിക്കുമ്പോൾ അവിടെ അമ്മു എന്നുള്ളൊരു പേര് തന്നെ ആയിരിക്കും വരിക. അതിൽ ആരും എനിക്ക് കുറ്റം പറയാനോ തെറ്റ് പറയാനോ പറ്റൂല കേട്ടോ. ഓൾ ഉദ്ദേശിച്ച ആൾ ഞാനാണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ ഒരു കഥ പറയാനുണ്ട്. ഞാൻ അത് പറഞ്ഞുതരാം. കാരണം ഓൾ ഉദ്ദേശിച്ച ആൾ ഞാനാണോ എന്ന് അറിയാതെ ഞാൻ ആ കാര്യങ്ങളിലൊന്നും വിശദീകരിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എൻ്റെ ആ ഫ്രണ്ടും ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് വിശ്വസിച്ച്, ഒരുപാട് സ്നേഹിച്ച്, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് നമ്മൾ ഒപ്പം കൊണ്ടു നടന്ന ഒരാൾ അങ്ങനെ അല്ല എന്നറിയുമ്പോൾ ചെറിയൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യാനും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ തയ്യാറാണ് ആൾക്കാരായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്. അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരാളെ കയ്യിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാലും അത് അംഗീകരിച്ച് കുഴപ്പമില്ല അതിൻ്റെയൊക്കെ അങ്ങനെ ഒരു ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. കല്യാണം കുറച്ച് കഴിഞ്ഞ ടൈമിൽ എനിക്ക് ഇവിടെ കിട്ടിയതാണ്. അതിൻ്റെ പെങ്ങളെ കുട്ടിയാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന് ഇവിടെ കോട്ടപ്പാടത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടോ ആ ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. അത്രക്കും അടിപൊളിയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട്. അപ്പോൾ നിഷാൻ്റെ പെങ്ങളെ കുട്ടിയാണ്. കുറേ വീഡിയോസിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പൂമോളെ ഞാൻ വീഡിയോസിലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഞാനും ഓളും തമ്മിൽ ഒരു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം വരെ ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചിരിച്ച് സംസാരിച്ച് ഭയങ്കരമായിട്ട് ആ സംഭവം ഞങ്ങൾ പിന്നെ പറഞ്ഞ് ചിരിച്ച് എൻജോയ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ മനുഷ്യന്മാർ തമ്മിലാണ് പല ഇതുകളും ഉണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ മറ്റുള്ളവരെ വാക്കുകളൊന്നും കേൾക്കില്ല. ഞങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതായിരിക്കും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിവിടെ വീടുകൾ തമ്മിൽ അടുത്തടുത്താണ്, തൊട്ടാണ് തറവാടും ഞങ്ങൾ താമസിക്കുന്ന വീടും. അപ്പോൾ ഓല് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വന്ന് പോകാനൊക്കെ ചിലപ്പോൾ വരും. എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് ഓടി ഇപ്പം അടുത്തുണ്ടായൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ അതന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓള് എൻ്റെ അടുത്ത് വന്നു, അപ്പുറത്തെ വീട്ടിൽ വന്ന് കയറി. തറവാടാണ്. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തുണ്ട്. ഞങ്ങൾ കണ്ടാൽ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അത്രയും കമ്പനി, അത്രയും ഇതാണ്. ഓൾ അവിടെ വന്ന് കയറി തിരിച്ച് പോണ വഴി ഞാൻ ഓളെ കണ്ടു. ഓൾ ബൈക്കിൽ പോവുകയാണ്. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഓളെന്ന് കാണുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ, നമ്മൾ വിൻഡോ കൂടി നോക്കുമ്പോൾ ഓൾ അങ്ങനെ പാസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം തന്നെ ഞാൻ അവിടെ വിളിച്ചു, ആരെ പൂമോളാണോ വന്നീന്നേ. സ്വാഭാവികമായിട്ടും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലക്ക് നമുക്ക് ദേഷ്യം വരുമല്ലേ. ഓൾ തൊട്ടടുത്ത് നിന്ന് ഇറങ്ങി പോണത് ഞാൻ കണ്ടു. ഞാൻ അവിടേക്ക് വിളിച്ചു. ഓൾ വന്നീന്നോ ചോദിച്ചു. നേരെ ഓൾക്ക് വിളിച്ചിട്ട് എന്തേ അങ്ങനെ പെട്ടെന്ന് പോയും ചോദിച്ചു. അപ്പം ഞാൻ ചെറിയ തിരക്കിലാണ്. ഓലെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ തിരക്കിലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി പോന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുഴപ്പമില്ല, അതിനെന്താ അങ്ങനെ പറഞ്ഞു. നേരെ മറിച്ച് ഞാൻ പറയാണ്, ഈ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, എൻ്റെ അടുത്തൊന്നും കയറിയില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓളെ സിറ്റുവേഷൻ എന്താണെന്നും ഓള് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കയറും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് വേണം. ഓൾക്ക് എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു അല്ലെങ്കിൽ കയറാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ട് മാത്രമായിരിക്കും ഓൾ എൻ്റെ അടുത്ത് കയറാതിരുന്നത്, എന്നോട് സംസാരിക്കാതെ പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓൾ എൻ്റെ അടുത്ത് കയറും, എന്നെ അത്രക്കും ഇഷ്ടമാണെന്ന് എനിക്കൊരു ബോധ്യം ആദ്യം വേണം. അപ്പോൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. മനസ്സിലായോ? പിന്നെ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും എന്ത് റിലേഷനിലാണെങ്കിലും പരാതികൾ ഒരു പരിധി കവിഞ്ഞ് നമ്മൾ പരാതികൾ പറയാൻ പാടില്ല. അമ്മു ആരാന്ന് ചോദിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. കാരണം അത്രയും വലിയൊരു ഫ്രണ്ടായിട്ടുള്ള ആളായിരുന്നെങ്കിൽ അമ്മുവിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് Q&Aകളൊക്കെ കഴിഞ്ഞതല്ലേ. ഓളെ ചാനലിലൂടെ എൻ്റെ ചാനൽ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 25,000 സബ്ബായിട്ട് ഞാൻ ഇപ്പോഴും ഇരിക്കൂല. പക്ഷേ എന്നാലും എൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ഇടാതിരിക്കുന്ന ടൈമിൽ വീഡിയോയുടെ എന്താ ഇടാത്തേ, വീഡിയോ ഇട്ട് കഴിഞ്ഞാലല്ലേ അതെന്തെങ്കിലും കിട്ടുള്ളൂ. ഇപ്പം ഞാൻ കണ്ടില്ലേ കഷ്ടപ്പെടുന്നതിനുള്ള ഫലം എനിക്കുണ്ട്, ഈ എന്താ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇന്നെ മോട്ടിവേഷൻ ചെയ്യും, എന്നോട് വീഡിയോസ് ഇടാൻ പറയും. നല്ല രീതിക്ക് ഇന്നെ പുഷ് ചെയ്യുന്ന ആളാണ് ഓള്.
അല്ലാതെ ഓള് പിന്നെ പിന്നെ എന്തുണ്ടെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ ഓളെടുത്താണ്. എന്ത് ഡൗട്ടും ഞാൻ ചോദിക്കാൻ വേണ്ടി ഓളെടുത്താണ്. പിന്നെ ഞാൻ ഓളോടും പറയുന്ന കാര്യമാണ്, എല്ലാവരോടും പറയുന്ന കാര്യമാണ്, യൂട്യൂബിന് വേണ്ടിയിട്ടല്ല, കൂടുതലായിട്ടും ഇൻസ്റ്റക്ക് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഞാൻ ഓളെടുത്തേക്കാണ് ഓടുക. ഷിനാജ് പാത്തുവാണ് എനിക്കത് ശരിയാക്കി തരാം. പിന്നെ അതേപോലെ ഓളെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഷിനാജ് ഇരുന്ന് ശരിയാക്കും. പിന്നെ ചീത്ത കേട്ടോ, ഞങ്ങൾ തമാശക്ക് കേട്ടോ, കാരണം ഞാൻ എപ്പോഴും ഇത് കംപ്ലൈൻ്റ് ആക്കും. എന്തെങ്കിലും കാട്ടി ഞാൻ കംപ്ലൈൻ്റ് ആക്കും. ഞാൻ ഓലത്ത് ഓടും, എന്നിട്ട് ഓല നിങ്ങൾ ചീത്ത പറയും, അനക്ക് തന്നെ പണി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ കളിയും ചെറിയും അങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ അരമണിക്കൂറോളൊക്കെ എൻ്റെ ഫോണുമ്മ ഇരുന്നൂറ് ശരിയാക്കും. അത്രയും ചെയ്തു തരുന്ന ആൾക്കാരാണ്. പക്ഷേ യൂട്യൂബിന് വേണ്ടി ഞാൻ ഓലെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. യൂട്യൂബിൽ ഓലെ വന്ന വഴി മറക്കരുതെന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ ഇനി ഇതിന് ചെറിയ രീതിയിലൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ പറയണ ഈ ഒരു ഭാഗം അടിപൊളിയാണ്, സൂപ്പറാണ്, ഒരു കളറൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തീരെ ഭംഗിയില്ല കാണാൻ, വലിയ മെച്ചമൊന്നുമില്ല, ഓപ്പോസിറ്റ് സൈഡിൽ ഒന്നുമില്ല എന്ന് ഞാൻ പറയണേ. ഈ സൈഡാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് ഞങ്ങളോട് പറയണേ. അപ്പം ഞാൻ ഈ ഓപ്പോസിറ്റ് സൈഡ് കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അറിയില്ല ഈ സൈഡിൽ എന്താണെന്നുള്ളത്. ഈ സൈഡ് മാത്രമല്ലേ നിങ്ങൾ കാണുള്ളൂ അല്ലേ? ഞാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ ഈ സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ അതിനേക്കാട്ടിൽ ഭംഗി ഇതാണെന്നും ഇവിടെ ഒന്നുമില്ല ഇവിടെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അറിയില്ല. അതേപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ കാര്യവും. ഒരു സൈഡ് പറയാതെ ആ സൈഡ് നമുക്ക് മനസ്സിലാവില്ല. നെഗറ്റീവ് മാത്രം പുറത്ത് പറഞ്ഞ് പോസിറ്റീവ് ഒക്കെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും പുറത്ത് വരില്ല. ഇത് ഞാൻ അങ്ങനെ കാണിച്ചു തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിങ്ങനെ കാണിച്ചിങ്ങനെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കണ്ടത് അത് മാത്രമാണ്, അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരിക്കലും അറിയാൻ പോണില്ല. അപ്പം അതേപോലെ തന്നെയാണ് മനുഷ്യന്മാരാണെങ്കിലും. മനുഷ്യന്മാർ നല്ലത് പറയാൻ ആഗ്രഹിക്കൂല, നല്ലത് പറയൂല, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആൾക്കാർ തന്നെയാണ് ഷിനാജും പാത്തും. അപ്പം ഞാൻ ഒരിക്കലും മോനെ തള്ളിപ്പറയുക അല്ലെങ്കിൽ വന്ന വഴി മറക്കുകയില്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഡൗട്ടുകളും എൻ്റെ ഒരുപാട് ഫോൺ കംപ്ലൈൻ്റ് ആകുമ്പോൾ അത് ശരിയാക്കലും ഒക്കെ പോലെ തന്നെയാണ്. ഷിനാജ് മൊബൈൽ ഷോപ്പിലൊക്കെ നിന്നതുകൊണ്ട് തന്നെ ഓൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എത്ര ടൈം എടുത്താലും ഓന് പിന്നെയും കൊടുക്കും. ഞാൻ എപ്പോഴെപ്പോഴും കേടെടുത്തിങ്ങോട്ട് കൊണ്ടുവരുന്ന ആളാണ്. എപ്പോഴും എന്തെങ്കിലും കഴിച്ച് കംപ്ലൈൻ്റ് ആക്കും, ഫോൺ എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കും. അപ്പം അതിങ്ങനെ ചെയ്യുമ്പോൾ ആർക്കാരും ഉണ്ടാവില്ല. എന്നാലും പോലെ എത്ര ടൈം എടുത്താലും ചെയ്തു തരുന്ന ആൾക്കാരാണ്. കേക്കിൻ്റെ കാര്യം കുറേ ആൾക്കാർ പറഞ്ഞു, എന്താ കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്താൽ എന്താണ് ഉണ്ടാക്കി കൊടുക്കാത്തതെന്നൊക്കെ ഉള്ളത്. ചില സാഹചര്യങ്ങളും ചില സമയങ്ങളും നമ്മൾ ഈ വീഡിയോ കാണുന്ന മാതിരി ആവില്ല. ഈ കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. ഞാൻ സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരാളല്ല. എനിക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന ഓർഡർ ആണെങ്കിൽ ഞാൻ എടുക്കും, ഞാൻ ഉണ്ടാക്കും. അത് നമുക്ക് ഒരു കേക്കിൻ്റെ പുറത്ത് നമുക്ക് പൈസ കൊണ്ടാണെങ്കിലും ഇനി അല്ല പണിയാണെങ്കിലും ഒരുപാട് പണികൾ വരും. എൻ്റെ കേക്കിൻ്റെ ഒരു വീഡിയോയിൽ പാത്തുവിൻ്റെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിന് എന്താ റേറ്റ് എന്നോ അത് അങ്ങനെ എന്തോ. എനിക്ക് നേരിട്ട് ഓള് കോണ്ടാക്ട് ചെയ്തതാണോ, നേരിട്ട് ഇതിൻ്റെ റേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മളാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ദുരുദ്ദേശം വെച്ചിട്ടൊന്നുമല്ല, ഉണ്ടാക്കി തരാമെന്ന് പറയണത് ഉണ്ടാക്കി കൊടുക്കണം എന്ന് മൈൻഡിലുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ എൻ്റെ വീഡിയോ ഇത്രയും കാലം കണ്ടിട്ട് എന്നെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര ഒരു മടിച്ചിയാണ്. ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിലും മടിയാണ് എനിക്ക്, ഞാൻ ചെയ്യൂല. ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടാവും, പക്ഷേ മടി കാരണം ഞാൻ ചെയ്യൂല. പിന്നെ എനിക്ക് ഓർഡറുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ വാങ്ങുക തന്നെ വേണം. പിന്നെ അത് ഞാൻ പിന്നെ ഉണ്ടാക്കൂല, ഞാൻ ആ സംഭവം കളയായിരിക്കും. ഓർഡർ കിട്ടിയാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഓർഡർ വേണ്ട അറിയുന്ന ആളാണ്. ഓർഡർ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. പരമാവധി ഇങ്ങനെ ഓർഡർ സ്കിപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. മറ്റൊരാളെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നമ്മൾ പല കാര്യങ്ങളും ഒരേപോലെ ആയിരിക്കില്ല. രണ്ടാൾക്കാർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ രണ്ടാൾ സ്വഭാവം വ്യത്യസ്തകാരം, രണ്ടാൾക്കും പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊന്ന് വിട്ടു നിന്നത്. അതേ സാഹചര്യമായിരിക്കും ഓൾക്കോളം ഫ്രണ്ടിനോടും വന്നിട്ടുണ്ടാവുക. പിന്നെ പക്ഷെ അതിന് നമ്മൾ ഒരാളെ കുറിച്ച് ഓവറായിട്ട് പോസിറ്റീവ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവും പറയാൻ ശ്രമിക്കരുത്. ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആ ഫ്രണ്ട് എനിക്ക് നല്ല രീതിക്ക് നല്ലതുമായിരുന്നു, കുറച്ച് ബാഡ് അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിരിക്കുന്നു. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും ആളെടുത്ത് വെറുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് എന്നോട് എൻ്റെ ചാനലിൽ വന്ന് ഓരോരുത്തരും ഈ ആണുങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ പേഴ്സണലായിട്ടും ഓരോരുത്തർ വിളിക്കും, മെസ്സേജ് ആക്കും ചെയ്യുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇന്നെ ടാർഗറ്റ് ചെയ്യണത്? അല്ലാന്നുണ്ടെങ്കിൽ ആ കമൻറ്റിൽ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇത്ര പ്രശ്നം വരില്ല. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ആരാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിലും ഇത്ര കുഴപ്പം വരില്ല. പിന്നെ വ്യക്തം ശക്തവുമായിട്ട് രണ്ട് ഫ്രണ്ട് വേറെ, പിന്നെ ഹസ്ബൻഡല്ല, നാത്തുമാരല്ല, അമ്മായിമ്മയല്ല, സ്വന്തം അമ്മയല്ല, ഒപ്പല ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക്
ഈ കമൻറ്റ് പറയുന്ന പോലെ ഞാൻ കുറ്റം പറയില്ല, ഞാനാണെന്ന് തന്നെ പറയുള്ളൂ, ഞാനാണെങ്കിലും ഞാനാണെന്ന് തന്നെ പറയുന്നുള്ളൂ. പിന്നെ എനിക്കറിയില്ല, ഇനി ഇതിനൊരു പ്രതികരണ വീഡിയോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല. കാരണം എനിക്ക് താല്പര്യമില്ല. പ്രതികരിച്ച് വീഡിയോ ഇടുമ്പോൾ അത് നമുക്ക് ഈ വേറെ പ്രശ്നങ്ങളിലോട്ട് പോകും. ഞാൻ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമല്ല, അടിപൊളിയാണ്, നല്ല രീതിക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോണത്. പിന്നെ റീലും റിയലും തമ്മിൽ നല്ല രീതിക്ക് വ്യത്യാസം ഉണ്ടാകും, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഗൈസ്, ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് വ്യക്തമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണത്. കാരണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാൻ എന്തോ ഒരു നെഗറ്റീവായിട്ട് എന്തോ ചെയ്ത പോലെ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വലിയൊരു തെറ്റുള്ള പോലെയൊക്കെയാണ്. സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, അത് നോക്കാം. ഞാൻ മറ്റേ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ തമ്മിൽ ഇതുവരെ അടിയൊന്നും ആയിട്ടില്ല, അടിയോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പിലുണ്ടാകുന്ന ചെറിയൊരു സൗന്ദര്യപ്പണക്കം മാത്രമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അത് വലിയൊരു അടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അത് നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്ന ടൈമിൽ മനസ്സിലാവും. ഞാൻ ഓളെ 7ാം മാസ ചടങ്ങിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ തമ്മിൽ അടിയൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഫാമിലിയിലാകാം അല്ല പുറത്തുള്ളവരായിട്ടാകാം, അത് വെച്ചിട്ട് ഫാമിലിയിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടെങ്കിൽ അതൊരിക്കലും ഫാമിലിനെ ബാധിക്കാൻ പാടില്ല. മനസ്സിലായോ? ചെറിയ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഓളെ തന്നില്ല, ഞാനത് വാങ്ങി, അങ്ങനത്തെ ചെറിയ പണക്കങ്ങളൊക്കെ വരാം. അത് വലുതാക്കി അത് വലിയൊരു സംഭവമാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കമൻറ്റിന് റിപ്ലൈ തരാതിരുന്നത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഫാമിലി കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ തമ്മിലുള്ള സൗന്ദര്യപ്പണക്കൊന്നും ഫാമിലിയിലേക്ക് ബാധിക്കൂല. ഞങ്ങൾ ഫാമിലി ആയിട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങളിപ്പോഴും. ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ഞാനും പാത്തും ഒരു ഫാമിലിയിൽ എങ്ങനെയൊക്കെയാണോ നിൽക്കേണ്ടത് അങ്ങനെയൊക്കെ നിൽക്കും. ഫാമിലിയിലുള്ള അംഗങ്ങളായിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെയാണ് പോണത്. അല്ലാതെ ഞങ്ങൾ ഇപ്പോൾ ചില ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമല്ലോ, മിണ്ടാതെ നടക്കുക, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കണ്ടാലും ഞങ്ങൾ ഫുൾ ഫോണിലൂടെയൊക്കെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓവറല്ല എന്നുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് പറയണത് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല എന്ന് എനിക്കറിയാം, ഓൾക്കും അറിയാം. അതുകൊണ്ടാണ് പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ പോകാത്തൊക്കെ കാര്യങ്ങൾ, പോകുന്ന സമയത്തുള്ള വീഡിയോസ് നിങ്ങൾ കാണില്ല എന്നുള്ളൂ. ഞങ്ങൾ പോകലുണ്ട്. ഇനിയിപ്പോൾ നിധി മോനും ആണെങ്കിലും ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട്, മോനും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി നിധി മോനും ഓളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോയിൽ ഇട്ടോ ഇല്ലേ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കണ്ടോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആ ടൈമിൽ അതൊന്നും വീഡിയോ എടുത്തില്ല. ഞാൻ ഓലെ കൂടെ ഇറങ്ങി പുറപ്പെട്ട അപ്പോൾ ഞാൻ പോയില്ല. ബൈക്കിലായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരുന്നിട്ട് പോയില്ല. പിന്നെ പ്രത്യേകിച്ചിട്ടുള്ള കാര്യം, ഓള് അന്ന് പ്രഗ്നൻസി റിവീൽ ചെയ്തിട്ടുണ്ടായില്ല. ആ ടൈമിൽ ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഓളുടെ അടുത്തേക്ക് പോകുമ്പോൾ അതെന്താണെന്നുള്ളത് എനിക്ക് പറയേണ്ടി വരും. ഓള് റിവീൽ ചെയ്യാത്ത ആ ഒരു സംഭവം ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് പോകുമ്പോൾ അത് ആൾക്കാരെ എന്തിനാണ് അപ്പോൾ ഫ്രൂട്ട്സ് കൊണ്ട് പോകണേന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഞാനന്ന് വീഡിയോസ് എടുക്കുക കാര്യങ്ങളൊന്നും ചെയ്യാത്ത അതുകൊണ്ടായി. പിന്നെ എനിക്ക് എൻ്റെ ഭാഗം ഒന്ന് പറയണം എന്ന് തോന്നി. എൻ്റെ ഭാഗം ഞാൻ മിണ്ടാതിരിക്കുകയാണ്. നമ്മൾ കമൻറ്റുകളിനൊക്കെ എപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ, അതായത് 8-ാം തീയതിക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഈ ഒരു കമൻറ്റ് മാത്രമാണ്. പാവാണ്, ഉള്ള മിണ്ടാത്ത എന്തെങ്ങനെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാൻ അവിടെ എന്തായി, ഒരു നെഗറ്റീവായി. എൻ്റെ സ്വഭാവം ഭയങ്കര മോശമായിട്ടാണ് അവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നത്. വേറെ ഒരു ദുരുദ്ദേശവും എൻ്റെ കയ്യിലില്ല കേട്ടോ. ഈ വീഡിയോയോട് കൂടി ഇത് അവസാനിപ്പിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു കുഴപ്പമില്ല എന്നുള്ളത് നെക്സ്റ്റ്. പിന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ തന്നെ ഞങ്ങൾ സൗന്ദര്യപ്പണക്കം വന്നതിലും എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ഓളടുത്ത് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓളെ പോലെ തന്നെ ഓളെ പ്രഗ്നൻസിക്ക് വെയിറ്റ് ചെയ്തിരുന്ന ആളാണ് ഞാൻ. അത് ഓളെവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കത് പറയണം തോന്നി. കാരണം ഓളൊരു ഡോക്ടറെ കാണിക്കണം എന്ന് ഓൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പ്രഗ്നൻസി ഒരു ബേബി ആണെന്നുള്ളത് ഓളെ ഏറ്റവും വലിയ ആഗ്രഹിക്കുന്നു, ഏറ്റവും ആഗ്രഹിച്ച് തന്നിയ സംഭവമാണ്. അപ്പം ഞാൻ ഓരോന്ന് പറഞ്ഞ് പേടിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് PCOD ഉണ്ടോ, അങ്ങനെ ഡോക്ടറെ കാണിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തിയുന്നത് ഞാനാണ്. എനിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല. ഒരു ടൈം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പ്രഗ്നൻ്റ് ഈ ടൈമിൽ ആയിട്ടില്ലെങ്കിൽ മാത്രം ഈ ഡോക്ടറെ കാണിക്കാൻ പോയി, ഇപ്പോഴേ ഡോക്ടറെ കാണിക്കാനൊന്നും പോകണ്ടെന്നൊക്കെ അവൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്ന ആളാണ്. അതുപോലെ തന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ് ഞാനും. അത് ഏറ്റവും കൂടുതൽ ഓൾക്ക് മാത്രമാണ് അറിയുക. കാരണം ഞങ്ങൾ തമ്മിലാണല്ലോ ഇതിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചതും ഞങ്ങളാണ്. ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾ ഓൾ തന്നെയാണ്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പിണക്കം ഓളെ പ്രഗ്നൻസി ടൈമിൽ തന്നെ ആയതിൽ സങ്കടം ഉണ്ടെന്ന് ഞാൻ ഓളടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടോ. കാരണം വലിയ രീതിയിലുള്ള പിണക്കങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ വലിയ രീതിയിലൊന്നും മോൾക്ക് ഞങ്ങൾ ആഗ്രഹമുള്ളതൊന്നും കൊണ്ടേ കൊടുത്തിട്ടില്ലെങ്കിലും എന്തൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഈ ടൈമിൽ എന്താണ് കഴിക്കാൻ ആഗ്രഹം തോന്നണതെന്നൊക്കെ ഞാൻ ഓളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതോൾ മറന്നതായിരിക്കാം.
അങ്ങനെ ഒന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ആഗ്രഹം, എങ്ങനെയാണ് ഇപ്പോൾ കഴിക്കണേ, എല്ലാ വിവരങ്ങളും ചോദിക്കലൊക്കെ ഉണ്ട്. പിന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങളാണെങ്കിലും എല്ലാ വിവരങ്ങളും അന്വേഷിക്കലുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ആ ദിവസം ഞങ്ങൾ ഓളടുത്തേക്ക് പിറ്റേ ദിവസം പോകണമെന്ന് തീരുമാനിച്ച് വെച്ചൊരു ദിവസമായിരുന്നു. എനിക്ക് ഞാൻ വെറുതെ നോണ പറയാം അല്ലെങ്കിൽ വെറുതെ വീഡിയോക്ക് വേണ്ടി പറയുന്നതല്ല കേട്ടോ. അപ്പോൾ എനിക്കതാണ് ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് തോന്നിയത്. ഇത് രണ്ടാൾക്കാർക്ക് അറിയാം, എൻ്റെ ഒരു വേറെ ഫ്രണ്ടിനറിയാം, നിഷായിനും അറിയാം. ഞങ്ങൾ രണ്ടാളും കൂടി ഇത് പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കണം, നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണം എന്നുണ്ടോ പറഞ്ഞിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഫുൾ പ്ലാൻഡ് ആയിരുന്നു. അന്നത്തെ ദിവസം തന്നെ രാത്രി ഈ വീഡിയോ അപ്ലോഡ് ആയപ്പോൾ വേറെ ആളിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞു, ഈ വീഡിയോ കണ്ടോ, ഈ ആണോ അന്നെയാണോ ഇത് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നു തീരുമാനിച്ചത്, എന്താ സംഭവം എന്നറിയില്ല. ഇല്ല കുഴപ്പമില്ല, എനിക്ക് വീഡിയോ കണ്ടപ്പോൾ വലിയ രീതിയിലൊരു പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷെ കമൻറ്റുകൾ കണ്ടപ്പോഴാണ് ഞാൻ അത് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ പ്രത്യേകം ഞാൻ ഒരു കാര്യം കൂടി പറയണം, ഞാൻ അത് റിയാക്ട് ചെയ്യാനും ഇതിനെപ്പറ്റി പറയാനും കാരണം ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നതുകൊണ്ടാണ്. ഇപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് കമൻറ്റിന് റിപ്ലൈ എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് പോലും അറിയുന്നില്ല. നമ്മൾ ചെറിയ ഇണക്കങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളല്ല ഞാൻ. പക്ഷെ അപ്ലോഡ് ചെയ്യേണ്ടി വന്നു, ആ വീഡിയോ ഇടേണ്ടി വന്നു, അത് ഓള് കാരണം തന്നെ ആയിപ്പോയി. അപ്പോൾ ചെറിയ പണക്കങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തമ്മിൽ തന്നെ തീർക്കല്ലേ നല്ലത്, സോഷ്യൽ മീഡിയയിൽ നടേണ്ട ആവശ്യമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്ര ധൈര്യമായിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പിണക്കല്ല, ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു നീരസം മാത്രമേ തന്നെ ഉള്ളൂ. ഞങ്ങൾ അടിപൊളി തന്നെയാണ്. അത് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും വീഡിയോ നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട, ഞാനും ഓളും തമ്മിലൊരു പ്രശ്നമല്ല. ഇത് ഈ ഒരു വീഡിയോയോട് കൂടി ഇത് അവസാനിക്കട്ടെ. ഇനി ഈ ഒരു വീഡിയോൻ്റെ പേരിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും ഏറ്റുവാങ്ങാൻ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.